അങ്ങനെ താടും പാട്രിയറ്റും എല്ലാം സ്വാഹ. ഈ താടിനെ കൊണ്ടും പാട്രിയോട്ടിനെ കൊണ്ടൊന്നും അങ്ങനെ വലിയ പരിപാടികളൊന്നും നടത്താൻ പറ്റൂല എന്നുള്ളത് ആദ്യത്തെ ആ ഒരു അറ്റാക്ക് വേവ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു സമയത്ത് തന്നെ മനസ്സിലായതാണ്. ഇപ്പൊ ഇറാൻ ആർമിയും അതേപോലെ തന്നെ IRGC ഒക്കെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ജോർഡാനിൽ ഇവര് വിന്യസിച്ചിട്ടുണ്ടായിരുന്ന, അമേരിക്ക വിന്യസിച്ചിട്ടുണ്ടായിരുന്ന താഡ് സിസ്റ്റം, അതേപോലെ തന്നെ കുവൈത്തിലെ അലി അൽ സലേം വ്യോമതാവളത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന പാട്രിയറ്റ് മിസൈൽ സിസ്റ്റം, അതേപോലെ തന്നെ ഡ്രോൺ ഡിപ്പോ, US-ന്റെ MQ-9 റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ തകർത്തിട്ടുണ്ട്, തീരുമാനമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ IRGC പറയുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയി, ഇപ്പൊ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മിസൈൽ പ്രതിരോധ, അതേപോലെ തന്നെ ഈ പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ താഡും പാട്രിയോട്ടും അല്ല. അപ്പൊ ഈ താഡിന്റെയും പാട്രിയോട്ടിന്റെയും എസ്പെഷ്യലി ജോർഡനിലെ US-ന്റെ താവളങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഈ പാട്രിയോട്ട് സിസ്റ്റം ഉണ്ട്, സോറി പാട്രിയോട്ട് അല്ല, താഡ് സിസ്റ്റം ഉണ്ട്. ഈ താഡ് സിസ്റ്റത്തിന്റെ ആണിക്കല്ലായിട്ടുള്ള അതിന്റെ റഡാർ സിസ്റ്റമാണ് ഇവരുടെ പ്രിസിഷൻ അറ്റാക്കിൽ ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരെങ്ങനെ ഈ പ്രിസിഷൻ അറ്റാക്ക് നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ അമേരിക്കയും CIA ഇപ്പൊ കൺഫ്യൂഷനിലാണ്. ഇത്രയും ടാർഗറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള ഒരു ആക്രമണത്തിൽ അബദ്ധത്തിൽ ഇവിടെ വന്ന് വീണതാവാം എന്നാണ് ഇപ്പൊ ഇവർ പറയുന്നത്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ആ ആ പ്രദേശങ്ങളുടെ അല്ലെങ്കിൽ ആ കേന്ദ്രങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവർ വെച്ചിരുന്ന ഈ താഡ് സിസ്റ്റം, അതിന്റെ ആണിക്കല്ല, അതിന്റെ ഹൃദയം എന്ന് പറയുന്നത് അതിന്റെ റഡാറാണ്. ഈ റഡാർ ദൂരെ നിന്ന് വരുന്ന മിസൈലുകളെ ഡിറ്റക്ട് ചെയ്യും, എയർക്രാഫ്റ്റുകളെ ഡിറ്റക്ട് ചെയ്യും, അതിന്റെ സ്പീഡ്, അതിന്റെ വേഗത, അതിന്റെ ട്രജക്ടറി, ഇതെല്ലാം ഡിറ്റക്ട് ചെയ്തിട്ടാണ് ഇതിന് എതിരായിട്ടുള്ള മിസൈലിനെ ഇത് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഡിറ്റക്ട് ചെയ്യാൻ തന്നെയുള്ള ആ ഒരു സിസ്റ്റം, റഡാർ സിസ്റ്റമാണ് ഇവന്മാര് നശിപ്പിച്ചേക്കുന്നത് എന്നുള്ളതാണ്. ഇറാന്റെ പ്രിസിഷൻ അറ്റാക്കിലാണ് ഇത് തകർന്നിരിക്കുന്നത്. അത് മാത്രമല്ല, പേട്രിയറ്റിന്റെ ഇപ്പോൾ ഈ പറയുന്ന കുവൈത്തിലെ അലി അൽ സലേം വ്യോമതാവളത്തിന്റെ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവിടെ വിന്യസിച്ചിട്ടുണ്ടായിരുന്ന പേട്രിയോട്ട് സിസ്റ്റം ഉണ്ട്. ഈ പേട്രിയറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് അവരുടെ MQ-9 റീപ്പർ ഡ്രോണുകളുടെ ഹാങ്കറുകളെല്ലാം തകർന്നിരിക്കുന്നത്. അപ്പോൾ ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇവർ നിർമ്മിച്ചിട്ടുള്ള ഈ പറയുന്ന എന്താ പറയുക, എയർ സിസ്റ്റം അല്ലെങ്കിൽ ഈ പറയുന്ന ആന്റി മിസൈൽ സിസ്റ്റം ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഇപ്പൊ അയൺ ഡോം ഉണ്ട്, ലോകത്ത് കൊട്ടിഘോഷിക്കുന്ന ഒരു സാധനമാണത്. ഈ അയൺ ഡോം ആക്ച്വലി ഇറാൻ ഇസ്രായേലിന് നേരെ ഈ സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച സമയത്ത് നോക്കുകുത്തിയായിട്ട് നോക്കി നിൽക്കുക, ഈ സകല സാധനം അവിടെ പോയി വീഴാൻ പൊട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് PVC പൈപ്പിനകത്ത് കുറച്ച് കെമിക്കൽ നിറച്ചിട്ട് ഹമാസ് ഗസേന്ന് വിടുന്ന റോക്കറ്റുകൾ പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമേ ഈ സാധനം പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അതല്ലാണ്ട് ഏതെങ്കിലും രാജ്യം ഏതെങ്കിലും നല്ല സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊന്നും ഒരു തരത്തിലും വർക്ക് ആവത്തില്ല എന്നുള്ളൊരു ഒരു സാധനം കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നു റഷ്യയുടെ കയ്യിലെ S-400ഉം S-500 ഒക്കെ ഇതിനേക്കാൾ ബെറ്റർ ആണെന്നാണ് തോന്നുന്നത്. ഇന്ത്യ അടക്കം ഉപയോഗിക്കുന്ന ഈ പറയുന്ന സിസ്റ്റങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് ഇപ്പൊ ഇറാൻ പുറത്ത് വിട്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ന്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ വമ്പൻ ആക്രമണം. US ആക്രമണത്തിന് ഇറാൻ നടത്തിയ ശക്തമായ തിരിച്ചടിയിൽ US-ന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായി അവകാശവാദം. ജോർദാനിലെയും കുവൈത്തിലെയും പ്രധാന US താവളങ്ങളിൽ പതിച്ച മിസൈൽ ആക്രമണങ്ങളിൽ താഡ് റഡാർ സംവിധാനവും പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ ശൃംഖലയും തകർത്തതായി IRGC വ്യക്തമാക്കി. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും കൂടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തസ്നിം ന്യൂസ് ഏജൻസിയിലാണ് തോന്നുന്നു ഞാൻ ഈ ഒരു സാധനം ആദ്യമായിട്ട് കണ്ടത്. ഇനി ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ അമേരിക്കയുടെ നിരവധി നിർണായക സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ജോർദാനിലെ തന്ത്രപ്രധാനമായ US സൈനിക താവളത്തിൽ സ്ഥാപിച്ചിരുന്ന താഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ റഡാർ ഇറാൻ മിസൈലുകൾ കൃത്യമായി തകർത്തതായി IRGC അവകാശപ്പെട്ടു. അപ്പൊ ഈ ഒരു റഡാറാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ആണിക്കൽ. അത് തീരുമാനമായി എന്നുള്ളതാണ്. ഇനി ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത് കുവൈത്തിലെ ബേസുകൾക്കാണ്. അലി അൽ സലേം വ്യോമതാവളത്തിന് നേരെയാണ് ഇറാൻ കനത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ഇവിടെ ഉണ്ടായിരുന്ന പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം, ഡ്രോൺ ഡിപ്പോകൾ, കൂടാതെ US-ന്റെ തന്ത്രപ്രധാനമായ MQ-9 റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ളവ തകർത്തതായാണ് വിവരം. തങ്ങളുടെ മേഖലകളിൽ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന സൈനിക ഇടപെടലുകൾക്കും ആക്രമണങ്ങൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് ഇതെന്നാണ് ഇറാന്റെ വിശദീകരണം.
അമേരിക്കൻ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യമിട്ട് അവരുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളെ പോലും ഭേദിക്കാൻ തങ്ങളുടെ മിസൈലുകൾക്ക് കഴിഞ്ഞത് വലിയ സൈനിക മുന്നേറ്റമാണെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. തങ്ങൾക്കെതിരായ നീക്കങ്ങൾ തുടർന്നാൽ മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. അതായത് ഇറാന്റെ കയ്യിലുള്ള മിസൈൽ ശേഷിനെ സത്യത്തിൽ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ആ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായതാണ്. അതായത് ഞങ്ങളുടെ കയ്യിൽ താടുണ്ട്, പാട്രിയോട്ട് ഉണ്ട്, അതേപോലെ തന്നെ അയൺ ഡോം ഉണ്ട്, ഗോൾഡൻ ഡോം, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു അഹങ്കാരം യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഉണ്ടായിരുന്നു. ഈ ബേസുകൾ ഉപയോഗിച്ചിട്ട് ഈ രാജ്യങ്ങളെല്ലാം സംരക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു അഹങ്കാരം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മേലെയാണ് ഇറാന്റെ ഈഗോയിസ്റ്റിക് മിസൈലുകൾ ചെന്ന് പതിച്ചത് എന്നുള്ളതാണ് കാണേണ്ടത്. ഈ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല, ഇതിനു മുന്നേ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇറാന്റെ ആകാശങ്ങൾ ഫ്രീ ആണ്, ഫ്രജൈലാണ് എന്നുള്ളതാണ്. പക്ഷേ ആ ആകാശത്ത് തന്നെയാണ് F-35ഉം F-15ഉം അതേപോലെ തന്നെ MQ-9 റീപ്പർ ഡ്രോണുകൾ അടക്കമുള്ള വിമാനങ്ങളുടെ, അതേപോലെ തന്നെ അപ്പാഷെ ഹെലികോപ്റ്ററിന്റെ അടക്കം ശവപ്പറമ്പായിട്ട് മാറിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന സിസ്റ്റങ്ങൾ മാത്രമല്ല ഇറാന്റെ കയ്യിലുള്ളത്, ഷോൾഡറിൽ വെച്ച് അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ വരെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുണ്ട്, ഇവന്മാരെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ ഒന്നും കാണാതെ ഒന്നുമല്ല അമേരിക്കക്ക് മുന്നിൽ നെഞ്ച് വിരിച്ച് ഇറാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് പറയാനുള്ളത്.